വാരിതേ വാരിതേ. വിളിച്ചു എന്ന് തോന്നി. തോന്നിയതല്ല, വിളിച്ചതാണ്. എന്തായി കാണുന്നത്? ക്ലോക്ക്, നാഴിക പണി. ഇപ്പൊ സമയം എത്രയെന്നറിയാമോ? ഒരു 6-7 മണിയായി കാണുമെന്ന് തോന്നുന്നില്ലേ? 6-7 മണിയായല്ലോ. കണ്ണ് കണ്ടൂടെ? ഇവിടെ ക്ലോക്ക് നിന്നിരിക്കുന്ന കണ്ടില്ലേ? നിന്നോ? ഇന്നലെ രാത്രി വരെ ഈ മണിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ ദിവസം ക്ലോക്കിന് കീ കൊടുക്കണമെന്ന്? എത്ര വർഷമായി താൻ ഇവിടെ ജോലി നോക്കാൻ തുടങ്ങിയിട്ട്? ഓരോ കാര്യം എല്ലാ ദിവസവും ഞാൻ തന്നെ പറഞ്ഞിരണം അല്ലേ? വേഗം ശരിയാക്കി വെക്ക്. എടാ മണിയുമ്പിള്ളേ, നീ രാവിലെ തന്നെ നമുക്കിട്ട് തന്നല്ലോടാ. എന്താ ചേട്ടാ ഇതുവരെ റെഡിയായില്ലേ? മണി 8ആയി. ഇനി മമ്മിയുടെ വഴക്ക് ഞാൻ കേൾക്കണമായിരിക്കും. അതിനെപ്പോഴേ റെഡി. ഗുഡ് മോർണിംഗ് മുത്തശ്ശി. ഗുഡ് മോർണിംഗ്. മോക്ക് മാത്രമേ ഇവിടെ പങ്ക്ച്വാലിറ്റി ഉള്ളൂ. മോൾ കൃത്യ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നില്ല. മുത്തശ്ശി. ആ, മോൾ ഇന്നലത്തെ ഹോംവർക്ക് ഒക്കെ ചെയ്തോ? ചെയ്തു. ഗുഡ്, മിടുക്കിയാണ്. ഗുഡ് മോർണിംഗ്. മമ്മി ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ഓരോരുത്തരെയും കാത്തിരിക്കുകയായിരിക്കും. ഈ മമ്മിയുടെ ഒരു പ്രിൻസിപ്പിളും ഒരു ഡിസിപ്ലിനും. മമ്മൂട്ടിയെ പോലെ ആവുന്നില്ലല്ലോ. ഇനി മുട്ട എങ്ങാനും അടിക്കണം. പറ്റുന്നില്ലല്ലോ. പറ്റില്ലെന്നോ? ഞാൻ ആരാണെന്നോ അതിന്റെ വിചാരം? കാണണോ? ഞാനേ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിയാ. കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിക്ക് അവന്റെ പമ്പ്രത്തെ നേരാക്കി നിർത്താൻ കഴിയും. നീ പറയുന്നത് സംസാരിക്കാനേ അതിന്റെ മറ്റവനോട് പറഞ്ഞാൽ മതി. നിന്റെ മറ്റവന് ഞാൻ പറഞ്ഞത് നിന്റെ അപ്പനെയല്ല, അത് നിന്റെ പാടി ചൂലെ. എങ്ങനെ ഉണ്ടേ ജൂനിയർ മമ്മൂട്ടി? ഇനിയുള്ള ഡയലോഗ് കേൾക്കണോ? വേണ്ടല്ലോ. ഇനി ഒരു കുളി പാസ്സാക്കി വന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. നീ ഇന്ന് തന്നെ ആ സെയിൽസ് ടാക്സിന്റെ പേപ്പേഴ്സ് ഒക്കെ കൊടുത്തയക്കണം. അതൊക്കെ മാനേജറോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. നീ മമ്മിയെ മണിയടിക്കാനായിട്ട് നേരത്തെ വന്നിരിക്കാനല്ലേ? കൊള്ള പാവാണി. കേട്ടോ ഇവള് മനഃപൂർവ്വം നമ്മളെ മമ്മിയെ കൊണ്ട് വഴക്കേൽപ്പിക്കുന്ന പരിപാടി. ഈയിടെയായിട്ട് നിന്റെ ഒച്ച അല്പം കൂടുന്നുണ്ട്. സോറി മമ്മി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ടിങ്കുവിനെ കണ്ടില്ലല്ലോ. മുറിയിലുണ്ടാവും, ഞാൻ വിളിക്കാം. ഗീതേ, വേണ്ട. കൃത്യസമയത്തോടെ വന്നില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം വേണ്ടെന്ന് വെക്കും. നീ പോയിരിക്കും. ഗുഡ് മോർണിംഗ് പരിപാടി. ഗുഡ് മോർണിംഗ് മമ്മി. നീ കുളിച്ചിട്ട് തല ചെയ്യില്ലേ? പിന്നെന്താ നിന്റെ മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്? അത് മമ്മിയെ കണ്ട് പേടിച്ചിട്ടായിരിക്കും. പോയിരിക്കെ. രക്ഷപ്പെട്ട്. എന്നാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നാം. കഴിക്കാൻ വരട്ടെ. ഇവിടെ ഈ കാണുന്ന ആരുടെ ചെരുപ്പിന്റെ അടയാളമാ? ചെരുപ്പിന്റെ അടയാളം? ആരുടെ ചെരുപ്പിന്റെ അടയാളം ഇത്? വല്ല പൂച്ചയോ മറ്റോ പോയതായിരിക്കും.
ഒന്ന് എഴുന്നേക്കണം. പത്മാവതി, ആഹാരം കഴിക്കാൻ ഇരുന്നാ പിന്നെ എഴുന്നേക്കാൻ പാടില്ല. അതാ അതിന്റെ ഒരു ശാസ്ത്രം അല്ലേ മക്കളെ? അതെ അതെ. നിങ്ങളോടാ പറഞ്ഞു എഴുന്നേൽക്കാൻ. ആ കാലം അവിടെ വെച്ച്. ആ ചെരുപ്പോട് കൂടി തന്നെ വെക്കണം. ഇപ്പൊ മനസ്സിലായോ ഇതാരുടേതാണെന്ന്? ചേട്ടാ, ഇത് എന്റെ ചെരുപ്പിന്റെ അടയാളമാണല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്നു? ഓഹോ, ഞാനേ ഗാർഡനിൽ ചെടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോണ്ടിരിക്കുമ്പോ ആ മരുന്ന് കഴിക്കേണ്ട കാര്യം ഓർത്ത്. അപ്പൊ പിന്നെ ഒന്നും ഓർത്തില്ല, നേരെ മുറിയിലോട്ടേക്ക് പോന്നു. ആ, ഞാൻ തന്നെ തുടയ്ക്കാം. ഭാര്യരെ, ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങെടുത്തേ. വേണ്ട, ഞാൻ തുടച്ചോളാം, നിങ്ങൾ ഇരിക്കും. പത്മാവതി, എനിക്കായിട്ട് നിന്റെ പ്രിൻസിപ്പൾ ഒന്നും തെറ്റിക്കണ്ട, ഞാൻ തുടച്ചോളാം. വേണ്ട, ഞാൻ തുടയ്ക്കാന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. വാര്യരെ, ഡാഡി, ഡാഡിയുടെ പ്രഷർ ഇപ്പൊ എങ്ങനെയുണ്ട്? പ്രഷർ നോർമൽ ആയിരുന്നു. പത്മാവതി ചെരുപ്പിന്റെ പാട് കണ്ടുപിടിച്ചും പെട്ടെന്ന് കൂടി. പ്രശ്നം സോൾവ് ചെയ്തപ്പോ വീണ്ടും നോർമലായി. ഇവിടെ സൂക്ഷിക്കണം കേട്ടോ. ഇവിടെ രണ്ടു അഞ്ചലും കാലം എത്തുന്നോളാം. കൂട്ടത്തിൽ കുറിയാനെ വിശ്വസിക്കാൻ പാടില്ലെന്നാ പറയുന്നത്. എടി, നിന്നെ ഒന്ന് നോക്കി. മോളെ, ആ ജാമ്യം എടുത്തേ. Rider on the rain, Mekana sold Choti C got. ആ, കെട്ടിപ്പതങ്ക് നല്ല ഉഗ്രം പടമാ. ഇതിലാരൊക്കെയാ? രാജേഷ് കന്നുണ്ട്, ആശാപ്പരയൊക്കെ ഉണ്ട്. ലവ് സബ്ജക്റ്റ്. ഇത് വേണ്ട, വേറെ എന്തെങ്കിലും. പിന്നെ സൂപ്പർ ഗേൾ ഉണ്ടോ? സൂപ്പർ ഗേൾ ഇല്ല, മൈക്കിൾ ജാക്സൺ ഉണ്ട്. ഏയ്, അത് വേണ്ട. അമിതാഭ് ബച്ചൻ. ഓ, അത് ഒട്ടും വേണ്ട. വേറെ എന്തെങ്കിലും ലേറ്റസ്റ്റ് ഫിലിം ഓ, എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കണ്ടതായിരിക്കും മിക്കവാറും. നിങ്ങളുടെ കയ്യിൽ വേറെ നല്ല പടമൊന്നുമില്ലേ? ഉണ്ടല്ലോ, യാദോങ്കി ഭാരത്, ബീസാൽ ഭാരത്, പൂനങ്കി രാത്, ആഗലെ ലഗജ. ഓ, അതൊന്നും വേണ്ട. ഹലോ, ഒന്നിങ്ങോട്ട് വരണം. എക്സ്ക്യൂസ് മീ. യെസ്. വുമൻ 3 ഉണ്ടോ? ഉണ്ടായിരുന്നു, പുറത്തു പോയിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ വരും. സൂപ്പർമാൻ ഇല്ല. ഹീറോ ഉണ്ടോ? ഹീറോ ഇല്ല. ഫസ്റ്റ് First ബ്ലഡ് ഉണ്ടോ? ഫസ്റ്റ് ബ്ലഡ് ഉണ്ട്. ഇതാ. ഞാനാണ് ആദ്യം ചോദിച്ചത്. നോ, ഞാനാണ് ആദ്യം ചോദിച്ചത്. ഞാനാണ് ആദ്യം ഇവിടെ വന്നതും ഫസ്റ്റ് ബ്ലഡ് ചോദിച്ചത്. നിങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ച് കാസറ്റ് നശിപ്പിച്ചുകളല്ലേ? ആരാണ് ആദ്യം കണ്ടത്? നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കും. ഞാൻ എത്ര ദിവസമായി ഫസ്റ്റ് ബ്ലഡും തിരക്കി നടക്കുന്നു. നിങ്ങൾ ഫസ്റ്റ് ബ്ലഡോ സെക്കൻഡ് ബ്ലഡോ തേർഡ് ബ്ലഡോ അന്വേഷിച്ചു വെച്ചാൽ എനിക്കെന്താ വേണ്ടത്? ഞാൻ കണ്ടിട്ട് നാളെ തിരിച്ചു കൊടുക്കും. അപ്പൊ കണ്ടാ മതി. ഓ, കൽപ്പനയായിരിക്കും. അതെ, എഴുതി വെച്ചോ. ഓ, എവിടുന്ന് രാവിലെ കുറ്റിയും പറിച്ചോണ്ട് വന്നതോ? ഡാഡി, പെൻസിൽ. എത്രയായി? 26 രൂപ. നീ ഇന്നലെ വരുമെന്നല്ലേ പറഞ്ഞത്? സ്റ്റേഷനിൽ കാർ വെച്ചിരുന്നു. എന്ത് പറ്റി? ഇന്നലെ എന്റെ ഫ്രണ്ട്സിനെ കണ്ട് തിരിച്ചെത്തിയപ്പോ വണ്ടിയുടെ സമയം കഴിഞ്ഞു. പിന്നെ രാവിലത്തെ വണ്ടിക്ക് പോരാന്ന് വെച്ചു. ഡാഡിയുടെ അസുഖം എങ്ങനെയുണ്ട്? ഇപ്പൊ വിശേഷമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നീ വന്നപ്പോ ചുമക്കൊരു മരുന്ന് വന്നില്ലേ? അത് കഴിച്ച പിന്നെ ചുമച്ചിട്ടില്ല. ഡാഡി ആദ്യമായിട്ടാണല്ലോ രവി അപ്രീഷിയേറ്റ് ചെയ്യുന്നത്.
അതെ, ഇതിനു മുമ്പ് ഇവൻ തന്നിട്ടുള്ള മരുന്നൊന്നും എനിക്ക് കേട്ടിട്ടില്ല. എറണാകുളത്ത് ചെന്നപ്പോ ജനറൽ ഹോസ്പിറ്റലിലെ വിവരമുള്ള ഡോക്ടർമാരുമായിട്ടുള്ള സമ്പർക്കം കൊണ്ടുള്ള ഇംപ്രൂവ്മെന്റ് ആയിരിക്കും. അവനിപ്പോ വന്ന് കയറിയതല്ലേ ഉള്ളൂ. അവനൊന്ന് കുറച്ച് ഫ്രഷ് ആയിട്ട് പോരെ ഈ ലാറ്റടിയൊക്കെ. മതിയോ? ആ, എങ്കിൽ മതി. നീ വാ. ചേട്ടനെ പോന്നു. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ഇതാ നിന്റെ മൈക്കിൾ ജാക്സന്റെ ലേറ്റസ്റ്റ് ഹിറ്റ് കാസറ്റ്. എവിടെയൊക്കെ അന്വേഷിച്ചിട്ടൊന്നറിയാ കിട്ടിയത്. പിടിച്ചോ. താങ്ക് യു ബ്രദർ. മമ്മി കാണണ്ട, കഥ ഉറച്ചേക്കാം. ഈ വാക്മാൻ എവിടെ ഞാൻ വാങ്ങിച്ചാ. അത് മനസ്സിലായി. ഇത് വാങ്ങിക്കാനുള്ള രൂപ എഴുന്നിട്ടാ ചോദിച്ചത്. എന്റെ പോക്കറ്റ് മണിന്ന് മിച്ചം വെച്ച് ഉണ്ടാക്കിയതാ. ഇവിടെ പാട്ട് വെച്ചൊന്നും കേൾക്കാൻ പാടില്ലെന്നല്ലേ മമ്മിയുടെ ഓർഡർ. അപ്പൊ പിന്നെ വാക്മാനാവുമ്പോ സൗണ്ടും പുറത്തേക്കില്ല, പാട്ടും കേൾക്കാം. എപ്പടിയാ മരിയാ രവി, തള്ളതാ പറഞ്ഞ എന്റെ അമ്മോ ഇവന്റെ രവി, ഇതൊരു വയറുവേന. ബാക്കി ഞാനിട്ട് നിങ്ങൾ കട അടച്ചോണ്ട് ഇവിടെ എന്ത് ചെയ്യും? എന്ത് പറ്റും മോനെ? അവന് പെട്ടെന്നൊരു വയറുവേദന. ഞാൻ ചെക്കപ്പ് ചെയ്യായിരുന്നു. അയ്യോ എന്റെ മമ്മി എന്തൊരു വയറുവേന. ശ്ശോ, അല്ല, അവന് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരാണെന്ന് പറഞ്ഞല്ലോ. മമ്മിക്ക് അറിഞ്ഞൂടെ? ഇല്ല. അയ്യോ പോക്കല്ല. ഇനി വല്ല അൾസറോ മറ്റാണോ? അല്ല മമ്മി, ഇവൻ അമിതമായ ഭക്ഷണം കഴിച്ചിട്ടാ. ഭക്ഷണം കുറച്ച് എല്ലാം മാറിക്കൊള്ളും. ആഹാ. ആ, എന്നാലേ ഇന്ന് മുതൽ നീ ലിക്വിഡ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാ മതി. അയ്യോ മമ്മി ചതിക്കല്ലേ, ഞാൻ വെറുതെ അഭിനയിച്ച. അല്ല ചേട്ടന് ഈ രോഗവിവരങ്ങളെ കുറിച്ച് വല്ല വിവരം ഉണ്ടോ ഞാൻ പരീക്ഷിച്ചു നോക്കിയല്ലേ. ആഹാ, ഈയിടെയായിട്ട് നിനക്ക് കളി അല്പം കൂടുന്നുണ്ട്. യെസ് മമ്മി. ഏ? നോ മമ്മി. മമ്മി, ചേട്ടന്റെ മാരേജ് പ്രപ്പോസൽ എന്തായി? ആ, കാര്യം വേണ്ടെന്ന് വെച്ചു. നല്ല പ്രപ്പോസൽ ആയിരുന്നു. ആ പെൺകുട്ടി ബാസ്കറ്റ്ബോൾ ചാമ്പ്യനാ. എന്താ, അവള് ബാസ്കറ്റ്ബോൾ കളിക്കാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത്. കുടുംബം നോക്കാൻ പറ്റിയൊരു പെണ്ണ് ഞാൻ ഇവിടെ ആവശ്യം, അല്ലാതെ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻ അല്ല. അതെ കറക്റ്റ്. ഏ? മമ്മി, മമ്മിക്ക് സെൻസറി ഇല്ലേ? ഉണ്ട്, ഞാൻ പോകാനിരുന്ന. മമ്മൂട്ടിയുടെ പടമാണോ മമ്മി? മമ്മി സെൻസർ ബോർഡ് ഒമ്പതാണ്ട് എന്തോന്നാ കാര്യം? അല്ലെങ്കിൽ ആരുടെ പറഞ്ഞു എനിക്ക് ഒരു ചാൻസ് വാങ്ങിച്ചോന്നൂടെ? കയ്യടാ. എടാ, നീ നിന്റെ മുഖം കണ്ണാടി നോക്കാറില്ലേ? ഓ ചേട്ടനെ കളിയാക്കാനും വേണ്ട. ഒരു സമയം ഞാൻ ഒരു മമ്മൂട്ടിയാവും. പിന്നെ എന്നെ കാണുമെങ്കിൽ ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യേണ്ടി വരും. ദൈവമേ, എവന്റെ കാര്യം പോക്ക് തന്നെ. ബ്രദറെ, ആ കഥ നടച്ചേ. വാ, ഉത്തരവ്.